63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് ശക്തമായ പോരാട്ടങ്ങളാണ് എല്ലാ വേദികളിലും നടക്കുന്നത്. 449 പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. സഹിൻ ആന്റണി ഉണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഏകദേശം ഈ വേദികളൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ എന്നറിയാം. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ണൂർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് കലോത്സവ വേദിയിൽ നിന്ന് ഇന്ന് എല്ലാം തുടങ്ങിയോ, ആളുകളൊക്കെ എത്തി തുടങ്ങിയോ, എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മത്സരങ്ങളാണ് ഓരോ വേദിയിലും കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത്തരം മത്സരങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇന്ന് ജനപ്രിയ മത്സരങ്ങളാണ് ഏറെയുള്ളത്. പ്രത്യേകിച്ചും മിമിക്രി, മോണോക്ട്, നാടകം തുടങ്ങിയ മത്സരങ്ങളാണ് പല വേദികളിലായി നടക്കുക. അതുകൊണ്ട് തന്നെ ഇന്നും കാണികളുടെ എണ്ണത്തിൽ ഒട്ടും കുറവുണ്ടാവില്ല. ഒപ്പം തന്നെ ശക്തമായ മത്സരങ്ങൾക്കാണ് ഇന്നും സാധ്യതയുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതുവരെ ഈ നിമിഷം വരെ കണ്ണൂർ ജില്ല ഒരു പോയിന്റിൽ പോലും പിന്നിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. മത്സരം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനം നിലനിർത്തുകയാണ്. 449 പോയിന്റുമായി ഇപ്പോഴും കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തന്നെയാണുള്ളത്. തൊട്ട് പിന്നിലായി തൃശ്ശൂർ ജില്ലയുണ്ട് 448 പോയിന്റുമായി. അതിന് തൊട്ട് പിന്നിലായി മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയാണ് 446 പോയിന്റുമായുണ്ട്. മലപ്പുറവും പാലക്കാടും എല്ലാം തൊട്ടടുത്ത സ്ഥാനങ്ങളിലുണ്ട്. ഏറെക്കുറെ 5-6 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമേ ആദ്യ 6 സ്ഥാനങ്ങൾ തമ്മിലുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആതിര, ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന മത്സരങ്ങളെന്ന് പറയുന്നത് സംഘനൃത്തമടക്കമുള്ള മത്സരങ്ങളായിരുന്നു. ഒപ്പം തന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ മത്സരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നാടോടി നൃത്തം, ഇതിലെല്ലാം ശക്തമായ മത്സരങ്ങളാണ് പലയിടങ്ങളിലും നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരത്തിലുള്ള മത്സരങ്ങൾ, ഇന്നും ജനപ്രിയ മത്സരങ്ങൾക്കൊക്കെ കൂടുതൽ കാണികളുണ്ടാവും. അപ്പം അതിന് മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. ഇന്നത്തെ മത്സരങ്ങൾക്ക് ഇതുവരെ 118 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 131 മത്സരങ്ങൾ ഇനി നടക്കാനും ഇരിക്കുന്നു. 25 വേദികളിലായാണ് മത്സരം നടക്കേണ്ടത്. ഇന്നലെയും ഇന്നുമായി 25 വേദികളിലാണ് മത്സരം നടക്കുന്നത്. നാളെ ഇനി 24 വേദികളിലെ മത്സരം ഉണ്ടാവുകയുള്ളൂ. ആദ്യ ദിവസവും 24 വേദികളിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. 131 മത്സരങ്ങൾ അവശേഷിക്കെ ഇപ്പോഴും കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആതിര, അപ്പോൾ തന്നെ ഇപ്പോൾ വേദികളെല്ലാം ഉണർന്നു വരുന്നതേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ മീഡിയ ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, മാധ്യമപ്രവർത്തകർ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വേദികളിലേക്ക് ഇനി കാണികൾ എത്തേണ്ടതുണ്ട്. രാവിലെ 9 മണിയോടുകൂടി മാത്രമേ മത്സരങ്ങൾ ആരംഭിക്കുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മത്സരങ്ങൾ നടക്കുമ്പോൾ ആ മത്സരമെല്ലാം കൃത്യസമയത്ത് നിർത്തുവാനായി ഈ സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു മത്സരം പോലും വൈകുന്നില്ല. അതുതന്നെ സംഘാടനത്തിൻ്റെ മികവായിട്ട് നമ്മൾ എടുത്തു കാണിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അപ്പീലുകളുടെ എണ്ണത്തിലും കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപ്പീലുകളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്കൊന്നും ഈ വർഷം പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 118 മത്സരങ്ങൾ ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു. വലിയ തർക്കങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. കൃത്യമായ സംഘാടനം, കൃത്യമായ ജഡ്ജിങ്, അങ്ങനെ മാർക്കിടുന്നതിൽ പോലും കൃത്യത വരുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു തർക്കത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഒരിടത്തും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ജനപ്രിയ മത്സരങ്ങളാണ് നടക്കുന്നത്. മിമിക്രി, മോണോക്റ്റും നാടകവും എല്ലാമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ കാണികളെയാണ് പ്രതീക്ഷിക്കുന്നതും. ഇനി 131 മത്സരങ്ങളാണ് 25 വേദികളിലായി അവശേഷിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് 50ഓളം മത്സരങ്ങൾ ഇന്ന് നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 50-55ഓളം മത്സരങ്ങളായിരിക്കും ഇന്ന് പല വേദികളിലായി നടക്കുക. രാവിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന 1ാം വേദിയാണ്. 1ാം വേദിയിൽ നൃത്ത ഇനങ്ങളായിരിക്കും രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുക. മറ്റ് വേദികളിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ മിമിക്രിയും മോണോക്റ്റും എല്ലാം നടക്കുന്നത്. നാടകത്തിലേക്ക് ഇതിലെ കൂടുതൽ ആളുകളുണ്ടായി എന്നുള്ളതാണ്. അപ്പം അതിന് ഈ പറയുന്നത് പോലെ തന്നെ സംഘനൃത്തത്തിനും കൂടാതെ നാടോടി നൃത്തത്തിനുമെല്ലാം കൂടുതൽ കാണികളെ എത്തിക്കാനും സംഘാടകർ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്നലെ ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ശക്തമായ മത്സരമാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ പോലും കണ്ണൂർ ജില്ല പിന്നോട്ട് പോയിട്ടില്ല. കണ്ണൂർ ജില്ല കഴിഞ്ഞ വർഷത്തെ വിജയികളാണ്. അതുകൊണ്ട് തന്നെ ആ വിജയം തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ തൊട്ട് പിന്നിലായി തൃശ്ശൂരും കോഴിക്കോടും പോയിന്റുകളുടെ വ്യത്യാസം, 1-2 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രം തൊട്ട് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഏത് സമയത്തും അത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ 2 ജില്ലകളും വെച്ചു പുലർത്തുന്നത്. ആതിര, ശരി, എന്തായാലും 63ാമത് സ്കൂൾ കലോത്സവം അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടെ പുരോഗമിക്കുകയാണ്. ഇന്ന് 3ാം ദിനമാണ്. 3ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും കണ്ണൂര് കൃത്യമായ വ്യത്യാസത്തോടു കൂടി മുന്നിൽ തന്നെയാണ്. നിലവിലും കപ്പ് കണ്ണൂരിൻ്റെ കയ്യിൽ തന്നെയാണ്.
449 പോയിന്റാണ് കണ്ണൂരിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരും ഒപ്പം കോഴിക്കോടും പാലക്കാടും നേരിയ വ്യത്യാസത്തിൽ തന്നെയുണ്ട്. എന്തായാലും ഇന്നും ആവേശകരമായ നിരവധി ഇനങ്ങൾ വേദിയിലെത്തും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കലോത്സവ നഗരിയിൽ നിന്ന് സഹിൻ ആന്റണി.